ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ അസീസ് മംഗലശ്ശേരി. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലായ അൽമദീന ടിവിയിലേക്ക് സ്വാഗതം. ഈ കൊറോണ കാലത്ത് നമുക്കെല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ തുടങ്ങാവുന്ന ഒരു ചെറിയ സംരംഭമായ മാംഗോ പിക്കിൾസിൻ്റെ ഏറ്റവും പുതിയ എന്നാൽ ഏറ്റവും വലിയ നല്ല റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെ നമുക്കപ്പോൾ ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതായത് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1 കിലോ മാങ്ങയാണ്, തൊണ്ട് കളഞ്ഞ മാങ്ങ. ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് പതുക്കെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഉപ്പ് ശരിക്കൊന്ന് അത് മാങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇളക്കി കൊടുത്ത ആ മാങ്ങ അവിടെ മാറ്റി വച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. അവിടെ ഒരു ചട്ടി വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ ഇരിക്കുന്ന 100 അല്ലെങ്കിൽ 120 ഗ്രാം നല്ലെണ്ണ അതിലേക്ക് ഊറ്റുക. അതൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക. അതൊന്ന് ചൂടായി വന്ന് കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, 10 വെളുത്തുള്ളി, ഇടത്തരം ചെറിയ 10 വെളുത്തുള്ളിയും 2 ചെറിയ ഇഞ്ചിയും കൂടി മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് നമ്മളിവിടെ പേസ്റ്റ് രൂപത്തിലാക്കി വച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്കതിലേക്ക് ഇനി നെക്സ്റ്റ് ചേർക്കേണ്ടതുണ്ട്. സാധാരണ പലരും ചെയ്യുന്നത് പച്ചയ്ക്ക് തന്നെ അങ്ങനെ തന്നെ ഇട്ട് അത് വേവിക്കുകയാണ്. ഇത് നമ്മൾ പേസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നു. വിഷയമല്ല, കുഴപ്പമില്ല. നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇതിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തെറിച്ച് വരാതെ നമ്മുടെ കയ്യിലേക്ക് എണ്ണയൊക്കെ തെറിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഫ്ലെയിം ഇച്ചിരി കുറച്ചിടണം. പിന്നെ അതിലേക്ക് 2 ഇതൾ കറിവേപ്പില ചതച്ചതും അഞ്ച് പച്ചമുളക് ചതച്ചതും ആഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യുക, ഇളക്കുക. അതിനുശേഷം അതിൽ കിടന്ന് അതിലിട്ടിരിക്കുന്ന ആ വെളുത്തുള്ളിയും എല്ലാം ഒരു ചെറിയ നേരിയ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഗ്യാസ് അതൊക്കെ ഓഫ് ചെയ്യാം.
ഇനി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, ഞാൻ എരിവ് കുറയ്ക്കാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിക്കാം, അതുകൊണ്ട്. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി നമ്മളൊരു 3 ടേബിൾ സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും പൊടിച്ചു വച്ചിരിക്കുകയാണ്. മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് പൊടിച്ചു വച്ചിരിക്കുകയാണ്. ഇത് നമ്മളിനി അതിലേക്ക് ആഡ് ചെയ്യുന്നു. ശേഷം ഇവിടെ വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് പതുക്കെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം, മീഡിയം ലെവലിൽ വെക്കുക. അങ്ങനെ ഏകദേശം ഒരു 2 മിനിറ്റോളം അങ്ങനെ ഇരുന്ന് കത്തണം. അപ്പൊ തിളയ്ക്കാനുള്ള സമയം അനുവദിച്ചു കൊടുക്കണം നമ്മൾ. അപ്പൊ തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ ഇവിടെ എടുത്തു വെച്ച് 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അത് തിളയ്ക്കാൻ അനുവദിക്കുക. ദെൻ ഇനി നമ്മൾ ഉപ്പിട്ട് വച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത ശേഷം അത് പതുക്കെ ഇളക്കി ആ മസാലയെല്ലാം അതിൽ ആവത്തക്ക രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതോടുകൂടി നമ്മുടെ ഈ റെസിപ്പി ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ ബെറ്ററാണ്, ഏറ്റവും നല്ല റെസിപ്പിയാണ്, ഞാൻ ചെയ്ത് വിജയിച്ച റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ കുട്ടികൾക്കും, ഫുഡിനോട് അലർജി ഉള്ള കുട്ടികൾക്കും ഇത് വളരെ ഉപകാരപ്രദമാകും. അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഈ അച്ചാർ കൂട്ടി കഴിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ സന്തോഷത്തിലാവും. അതുകൊണ്ട് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാൻ എന്തായാലും ഇതിൽ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ തന്നെ പരീക്ഷിച്ച ഒരു സംഗതിയാണിത്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര